പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിലെ ഇ.ഡി. റെയ്ഡിൽ മൗനം തുടർന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. പലതവണ മാധ്യമങ്ങൾ വി.ഡി. സതീശനോട് പ്രതികരണം തേടിയെങ്കിലും മിണ്ടിയില്ല. ഇന്ത്യ സഖ്യത്തിലെ കോൺഗ്രസ് ഇതര പാർട്ടി നേതാക്കളെല്ലാം റെയ്ഡിനെതിരെ പ്രതികരിച്ചപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് പറയാനൊന്നുമില്ലേ? കൊച്ചിയിൽ നിന്ന് ലാൽകൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്. മൗനം വെടിയുമോ മുഖ്യൻ? പ്രതിപക്ഷത്തിരുന്നപ്പോൾ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ മൗനവും മാധ്യമങ്ങളോടുള്ള സമീപനവും മര്യാദയും നിയമസഭയിലും പൊതുസഭകളിലും ചർച്ചയാക്കിയിരുന്ന അന്നത്തെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഇന്ന് മൗനിയാണ്. തലസ്ഥാനത്തെ തെരുവ് യുദ്ധവും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർക്ക് നേരെ നടന്ന ആക്രമണവും രാഷ്ട്രീയ കേരളത്തെ പിടിച്ചുലയ്ക്കുന്ന ചർച്ചകൾക്ക് തുടക്കം മുതൽ മുഖ്യമന്ത്രിയോട് ഒരൊറ്റ ചോദ്യമേ ഉണ്ടായിരുന്നുള്ളൂ: ഉത്തരം ചിരിയൻ, അല്ലെങ്കിൽ അവഗണനയിൽ നിറഞ്ഞൊരു ചിരി. വിമർശകർ ഉന്നയിക്കുന്നത് പോലെ ചിരിക്കുന്ന ഒരു മന്ത്രിയെ കിട്ടിയല്ലോ. ബുധനാഴ്ച വീണ ടിയുടെ വീട്ടിലാണ് പരിശോധന നടന്നതെന്നും വീണ താമസിക്കുന്ന മുൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയന്റെ ഒപ്പമാണെന്നും ഇ.ഡി. കുറിപ്പിറക്കിയെങ്കിലും CPIM അത് പിണറായി വിജയന്റെ വീട്ടിലെ പരിശോധനയും കേന്ദ്ര ഏജൻസിയുടെ വേട്ടയാടലുമാക്കി. നഗരഗ്രാമങ്ങളിൽ പ്രതിഷേധവും പ്രകടനവും അലയടിച്ചു. മാധ്യമങ്ങൾക്ക് അകലമിട്ടിരുന്ന പിണറായി പ്രതികരിച്ചു. ഇത്രയും മണിക്കൂറുകൾ അവർ ഈ വീട്ടിനകത്തുണ്ടായി. അതിലെന്താണ് അവർക്ക് കിട്ടിയതില്ല എന്നൊക്കെ അവരാണ് വ്യക്തമാക്കേണ്ടത്. ഏതായാലും ഇതുകൊണ്ടൊന്നും ഞങ്ങൾ അവസാനിക്കാൻ പോകുന്നില്ല. 2024 മുതലുള്ള കേസും കോടതി നടപടികൾക്കും ഒടുവിൽ ചൊവ്വാഴ്ച എക്സാലോജിക് CMRL പണമിടപാടിൽ അന്വേഷണമാകാമെന്ന ഉത്തരവിന്റെ പിറ്റേന്നാണ് പരിശോധന നടന്നത്. അതേ ദിനം തന്നെ വി.ഡി. സതീശൻ നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടന്നു എന്ന യാദൃശ്ചികതയെ വടിയാക്കി തല്ലാനും CPIM-നായി. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് വി.ഡി. സതീശൻ അദ്ദേഹം മുഖ്യമന്ത്രി എന്ന നിലയിൽ പ്രധാനമന്ത്രിയെ കണ്ടിട്ട് ഇപ്പൊ എന്തൊക്കെയാ പറഞ്ഞതെന്ന് ഞാനിപ്പോ പറയുന്നില്ല. കണ്ടു കഴിഞ്ഞ ഉടനെ തന്നെ ഇ.ഡി. പുറപ്പെട്ടു. കേരളത്തിന്റെ മുഖ്യമന്ത്രി അധികാരമേറ്റതിന് ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയെ സന്ദർശിച്ച് കേരളത്തിലെത്തിയതിനു ശേഷം പിണറായി വിജയന്റെ വീട് റെയ്ഡ് ചെയ്യുന്നു. എത്ര കാലമായി പിണറായി വിജയനെ വേട്ടയാടുന്നു. എന്നാൽ അപ്രതീക്ഷിത മൗനമാണ് ഡൽഹിയിലും കൊച്ചിയിലും മലപ്പുറത്തും മുഖ്യമന്ത്രിക്കുണ്ടായത്. ഒന്നും രണ്ടുമല്ല, 8 തവണ ചോദ്യങ്ങളെ അവഗണിക്കാനാണ് വി.ഡി. സതീശൻ ശ്രമിച്ചത്. രാഷ്ട്രീയ പ്രതിരോധത്തിന് അവസരമുണ്ടായിട്ടും അതുപയോഗിക്കാത്ത മൗനം. നാളെ മലപ്പുറത്തും മന്ത്രിമന്ദിരങ്ങളിലും ഇതേ ഇ.ഡി. എത്താനുള്ള സാധ്യത കുറവല്ലെന്ന് വടശ്ശേരി ദാമോദര മേനോൻ മകൻ സതീശന് നന്നായി അറിയാം. RC-യും OC-യും മാത്രമല്ല, മുഖ്യമന്ത്രി കസേരയിലേക്കുള്ള യാത്രയ്ക്ക് സതീശന് ഏണി നൽകി എളുപ്പമാക്കിയ ലീഗും ചോദ്യമുനയിലും പ്രതിഷേധ നിരയിലും വരും. ഇന്ന് പറയുന്നതെല്ലാം അന്ന് വെല്ലുവിളിയുമാകാം. ഇന്നത്തെ വാക്കുകൾ അന്നത്തെ ട്രോളുകളുമാകാം. ഒരു മുഴം മുന്നേ മൗനമെറിഞ്ഞാലും അടുത്ത ദിവസം ചേരുന്ന നിയമസഭയിൽ മറുപടി പറയാതെ മുഖ്യനെ ഇരിക്കാൻ അനുവദിക്കില്ല. 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. നാളെയെങ്കിലും മുഖ്യമന്ത്രിയുടെ മറുപടിയോ അല്ലെങ്കിൽ പ്രതികരണമോ ഇക്കാര്യത്തിൽ ഉണ്ടാകുമോ എന്ന് അറിയാൻ കഴിയില്ല. കാത്തിരിക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.